ഗൈസ് ഒരു പണി പാളി കേട്ടോ നമ്മുടെ. നമസ്കാരം, നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വന്ന ഗിനിക്കോഴി ചോറ്. ഗൈസ് ഒരു പണി പാളി കേട്ടോ, നമ്മുടെ ഗിനിക്കോഴി പറന്നു പോയേക്കണം, അതിനെ പിടിക്കാണ്ട് പോയേക്കണം. കാല് കെട്ടിയിട്ടുണ്ട്, കിട്ടുമോന്ന് അറിയത്തില്ല, എന്നാലും പോയി നോക്കട്ടെ. കിട്ടിപ്പോയി കിട്ടിപ്പോയി. പറന്നിങ്ങി വന്നേ ഗൈസ്, കിട്ടിപ്പോയി. കണ്ടമൊക്കെ ക്രോസ് ചെയ്ത് രണ്ട് തോട് ക്രോസ് ചെയ്ത് ഇവനെ പിടിച്ചോണ്ട് വരുന്നത്. ഗൈസ് തൂക്കിയിട്ടുണ്ട്, ഇതുണ്ടോ? 2 തോട് മറികടന്ന് ഞങ്ങൾ വന്നത് ഇതിനെ തൂക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഗിനിക്കോഴി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മാർക്ക് ചെയ്യാം മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടി. വരയുന്നതിന് നമ്മൾ ചെറിയ കുത്തുകളായിട്ട് ഇട്ട് കൊടുക്കുന്ന കത്തി കൊണ്ട്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മളപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഈ 3 കൂട്ടം സാധനങ്ങൾ മാത്രം ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് 3 കൂടി ഇട്ടുള്ളത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വേണ്ടേ, നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് മസാല വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം മാറ്റി വയ്ക്കാമേ, അത് നല്ല രീതിക്ക് ഒന്ന് പിടിക്കട്ടെ. നമ്മൾ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഗിനിക്കോഴി ഇറക്കി കൊടുക്കാമേ. നമ്മൾ ഗിനിക്കോഴി മൊത്തത്തിലാണ് ഇറക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഗിനിക്കോഴി 2 വിസിലായിട്ടുണ്ട്. നമുക്കിനി എടുത്ത് മാറ്റാം. ഗിനിക്കോഴി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി റൈസിന് വേണ്ടിയുള്ള മസാല സെറ്റാക്കാമേ. കുക്കറിനകത്തോട് കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ചൂടായിട്ടുണ്ട്. സവാള ഇടാം. ആവശ്യത്തിന് ഉപ്പ്, തക്കാളി ഇളക്കിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. നല്ല രീതിക്ക് കാറ്റുണ്ട്, തീ മൊത്തം വെളിപ്പോ. മീറ്റ് മസാല, കാശ്മീരി ചില്ലി വേണ്ട, മല്ലിപ്പൊടി, മസാലക്കൂട്ട്, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, ജീരകം, കറുവപ്പട്ട എന്നിവയെല്ലാം ഇളക്കിക്കുക. ഇതിനകത്തോടെ നമുക്ക് ഗിനിക്കോഴി വേവിച്ച വെള്ളം ഒഴിക്കാമേ. നമ്മുടെ ഗിനിക്കോഴിയെ വേവിച്ച് നമ്മൾ ഇറക്കി കൊടുക്കുവാണേ. നമ്മൾ മുഴുവനായിട്ടാണ് ഗിനിക്കോഴിയെ ഇറക്കി വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് റൈസ് ഇടാം. നമുക്കിനി റൈസ് ഇടാം. നമ്മളങ്ങനെ റൈസും ഗിനിക്കോഴി ഇറക്കി വെച്ചിട്ട് നമുക്കിനി ഒരു 3 വിസിലാകുന്നതുകൊണ്ട് വരെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഗിനിക്കോഴി ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിടിച്ചേടാ, കാലേ പിടിച്ചേ. ഓ, നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു ടേസ്റ്റ്. അങ്ങോട്ട് സാധനമുണ്ട്. ഇതുവരെ ഇതൊന്നും കഴിച്ചിട്ടില്ല. ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് കേട്ടോ. റൈസിൻ്റെ അത് നല്ല രീതിക്ക് മസാല പിടിച്ചിട്ടുണ്ട്. കുറച്ച് സലാഡ് ഒഴിച്ചേ. റൈസിൻ്റെ അകത്തോട്ട് നമ്മുടെ സലാഡ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഗിനിക്കോഴിയും കൂടെ ചേർത്ത് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. ഓ, വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഫോളോ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എവിടെയാണെങ്കിലും ഫോളോ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.